How to dissect an operative report in medical coding. As we know, operative report initially ഒരു മെഡിക്കൽ കോഡർ ഹാൻഡിൽ ചെയ്യുമ്പോഴത്തേനും ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ഫോർ ദം ടു അണ്ടർസ്റ്റാൻഡ് ദ കീ ടേംസ്. അതിനകത്ത് എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെ ഐഡന്റിഫൈ ചെയ്യാനും അതുപോലെ തന്നെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും ഇറ്റ് വിൽ ബി വെരി ഡിഫിക്കൽട്ട്. പക്ഷേ as time passes by, it becomes easier for a medical coder to understand the operative notes. First and foremost, നമ്മൾ എന്ത് പ്രൊസീജിയർ ആണ് പ്ലാൻ ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലാക്കിയതിനു ശേഷം സ്റ്റാർട്ട് റീഡിംഗ് ദി ഓപ്പറേറ്റീവ് നോട്ട്സ്. പക്ഷേ again we have to make sure that the plan procedure and the procedure which was done for the patient might be different in some cases. ചിലപ്പോൾ നമ്മൾ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമായിരിക്കും ഇതും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു കംപ്ലീറ്റ് ആവത്തുള്ളെന്ന് മനസ്സിലായതിനു ശേഷം ഡോക്ടേഴ്സ് വിൽ ചേഞ്ച് ദ പ്രൊസീജിയർ. So first and foremost, we have to understand what is done and especially the pre-operative diagnosis and the post-operative diagnosis. ഇപ്പം പ്രീ ഓപ്പറേറ്റീവ് ആൻഡ് പോസ്റ്റ് ഓപ്പറേറ്റീവ് ഡയഗ്നോസിസ് സെയിം ആണെങ്കിൽ ഇറ്റ് ഇസ് ഫൈൻ. അതർവൈസ് വി ഹാവ് ടു ഗോ വിത്ത് ദ പോസ്റ്റ് ഓഫ് ഡയഗ്നോസിസ്. അതുപോലെ തന്നെ എന്ത് ടൈപ്പ് ഓഫ് പ്രൊസീജിയർ ആണ് ചെയ്തത്, വെദർ ഇറ്റ് ഇസ് എ റിപ്പയർ, അതുപോലെ തന്നെ വെദർ ഇറ്റ് ഇസ് എക്സിഷൻ ഓർ ഡൈസെക്ഷൻ, അങ്ങനെ എന്താണ് ചെയ്തിരിക്കുന്നത്, അതുപോലെ തന്നെ എന്ത് ടൈപ്പ് ഓഫ് ക്ലോഷർ ആണ് നമ്മൾ ചെയ്തേക്കുന്നത്, ഏത് ടൈപ്പ് ഓഫ് അനസ്തീഷ്യയാണ് യൂസ് ചെയ്തേക്കുന്നത്, അങ്ങനത്തെ ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് നമ്മുടെ കീ ടേംസും അതുപോലെ തന്നെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഓപ്പറേറ്റീവ് നോട്ട് റീഡ് ചെയ്തതിന് ശേഷം വി ഹാവ് ടു ഐഡന്റിഫൈ ഓൾ ദീസ് മെയിൻ ഏരിയാസ്. അതൊക്കെ ഐഡന്റിഫൈ ചെയ്തതിന് ശേഷമാണ് നമുക്ക് ICD അതുപോലെ തന്നെ CPT കോഡ്സ് അസൈൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഓൾവേസ് മേക്ക് ഷുവർ വി ആർ ഗോയിങ് ടു യൂസ് ദ പോസ്റ്റ് ഓപ്പറേറ്റീവ് ഡയഗ്നോസിസ് ഇഫ് ദ പ്രീ ഓപ്പ് ആൻഡ് ദ പോസ്റ്റ് ഓപ്പ് ഡയഗ്നോസിസ് ആർ ഡിഫറെന്റ്. അതുപോലെ തന്നെ നമ്മുടെ ടൈപ്പ് ഓഫ് പ്രൊസീജിയർ ഡൺ, ടൈപ്പ് ഓഫ് റിപ്പയർ ഡൺ, ടൈപ്പ് ഓഫ് ക്ലോഷർ ഡൺ, അനസ്തേഷ്യ, ഇങ്ങനെയുള്ള എല്ലാ കീ ടേംസും ഐഡന്റിഫൈ ചെയ്ത് അതിനനുസരിച്ച് വേണം വി ഹാവ് ടു അസൈൻ ദ കോഡ്സ്.